ജലനിരപ്പ് ഉറപ്പാക്കി സമീപത്തെ ജലസ്രോതസ്സുകളെ കൂടി ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇറാം ഗ്രൂപ്പ് നേതൃത്വം നൽകിയത്. തകർന്ന ഷട്ടറുകൾ മാറ്റി പകരം ഇരുമ്പ് പാളിയിൽ തീർത്തവ സ്ഥാനം പിടിച്ചു. പോളയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ പ്രദേശമെല്ലാം വൃത്തിയാക്കി. ഒഴുക്കിനെ തടഞ്ഞു നിർത്തി പ്രദേശത്ത് ജലസമൃദ്ധി വരുത്തിയിരിക്കുകയാണിപ്പോൾ. സത്രം കടവ് തടയണ ശക്തമായതോടെ ഇവിടെ പുഴ നിറഞ്ഞു. മങ്കര, തേങ്കുറിശി മേഖലകളിലായി കിലോമീറ്ററുകളോളം പ്രദേശത്തെ ജലസ്രോതസ്സുകളാണ് ഇതുകാരണം നീരോട്ടമുള്ളതായി മാറിയത്. മങ്കര പഞ്ചായത്തിന് വേണ്ടി ഇറാം ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്. ഈ ജലാശയ സംരക്ഷണ പദ്ധതി എന്നുള്ള ഇറാം ഗ്രൂപ്പിൻ്റെ പദ്ധതി പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. മങ്കര പഞ്ചായത്തിൻ്റെയാണ് ഈ തടയണ. കോട്ടായിൽ നിന്ന് ഇതിൻ്റെ തെക്ക് വശത്തേക്ക് കോട്ടായി പഞ്ചായത്തിലേക്ക് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ദൂരത്തേക്കും, അതേപോലെ തന്നെ മങ്കര പഞ്ചായത്തിലേക്ക് ഒരു 5 കിലോമീറ്റർ ദൂരത്തേക്കും, ഇവിടുന്ന് അങ്ങോട്ട് കിഴക്കോട്ട് തേനൂർ പറളി വരെ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരത്തും വെള്ളം നിറഞ്ഞ് നിൽക്കുക. അടിയിലേക്ക് വെള്ളം കിട്ടുകയും ഇവിടുത്തെ കുടിവെള്ളത്തിനൊക്കെ പരിഹാരമാവുകയും ചെയ്യുന്ന ഒരു വലിയ തടയണയാണിത്. അതിൻ്റെ ഒരു നന്നാക്കൽ പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 2-4 ദിവസം കൊണ്ട് ഞങ്ങളത് നന്നാക്കും. ഇഷ്ടംപോലെ വെള്ളം ഞങ്ങളിവിടെ നിലനിർത്തും. ഗ്രാമപഞ്ചായത്തിന് ഈ പദ്ധതിയിലേക്ക് തുക ചെലവിടാൻ ബുദ്ധിമുട്ട് നേരിട്ട അവസരത്തിലാണ് ഇറാം ഗ്രൂപ്പ് തുടർ നടപടികൾ ഏറ്റെടുത്തത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള തൊഴിലാളികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നവീകരണം പൂർത്തിയാക്കിയത്. ഇറാം ഗ്രൂപ്പിൻ്റെ CMD ആയിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു, ഉടനടി നിങ്ങൾ ചെയ്യണം, കാരണം കടുത്ത വരൾച്ചയാണ് നമ്മുടെ പഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കിണറുകൾ മുഴുവൻ ശുദ്ധീകരിച്ച് തന്നു, പക്ഷേ അതൊന്നും ഈ ഫലപ്രദമാവില്ല. ഇവിടെ വെള്ളം കെട്ടിയിരുന്നാൽ മാത്രമേ കിണറുകളിലേക്ക് വെള്ളം എത്തൂ എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. യുദ്ധകാലാടിസ്ഥാനത്തിൽ കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഞങ്ങളൊന്നും സന്ദർശിച്ചത്. ഇപ്പോൾ ഷട്ടർ ഇട്ട് കഴിഞ്ഞ് പരന്ന് കിടക്കുന്ന ജലാശയമാണ് ഈ കടുത്ത വരൾച്ചയിലും ഭാരതപ്പുഴയിലുള്ളത്. പഞ്ചായത്തിലെ 5000-ഓളം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന 1000-ഓളം വരുന്ന കുടുംബാംഗങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഇതോടനുബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിന് ഉണ്ടാവും എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം. കുളങ്ങളും പൊതു കിണറ്റുകളും ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇറാം ഗ്രൂപ്പ് തടയണ നവീകരണത്തിനിറങ്ങിയത്. കോട്ടയി, മങ്കര എന്നിവയടക്കം 5 പഞ്ചായത്തുകളിലായി 200 കുളങ്ങളാണ് ഇവർ നവീകരിച്ചത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.